മക്കളെ യെസ് മിസ് ആണ്. അപ്പൊ നമ്മൾ ക്ലാസ് 7 ബേസിക് സയൻസിൽ ഏതൊക്കെ ചാപ്റ്റർ പഠിക്കണം എന്നുള്ള കാര്യം ഇപ്പോഴും ഡൗട്ട് അല്ലേ? യെസ്, അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മിസ് വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഒരു ഓണം എക്സാമിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എത്ര പേര് അതിലുണ്ടെന്ന് അറിയില്ല. ഇനി ഏതെങ്കിലും മക്കൾ ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. ജോയിൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കമന്റ് ബോക്സിൽ നമ്മൾ പിൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഈ ഓണം എക്സാമിന്റെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ഒന്ന് ക്ലിക്ക് ചെയ്യാം, ജോയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കിടാ, ഇതാ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ വാർഷിക കലണ്ടറാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അല്ലെ. ക്ലാസ് 7 വാർഷിക കലണ്ടറാണ് മിസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ നോക്കിക്കേടാ, നമുക്ക് ബേസിക് സയൻസിൽ അല്ലെ, BSൽ നമുക്ക് ബേസിക് സയൻസിൽ നോക്കിയേ, നമുക്ക് വിളയിക്കാം നൂറുമേനി അല്ലെ, ഒന്നാമത്തെ ചാപ്റ്റർ, രണ്ടാമത്തെ ആസിഡുകളും ബേസുകളും, രണ്ടാമത്തെ ചാപ്റ്റർ, മൂന്നാമത്തെ വൈദ്യുതിയുടെ ലോകം, മൂന്നാമത്തെ ചാപ്റ്റർ, നാലാമത്തെ ചാപ്റ്ററിന്റെ പകുതിയും കൂടി നിങ്ങൾ പഠിക്കണം. പകുതി എന്നല്ല, ആദ്യത്തെ ആ ഒരു സുതാര്യം, അധാര്യം, അർദ്ധധാര്യം എന്ന് പറഞ്ഞ ഒരു പോർഷൻ ഇല്ലേ, ട്രാൻസ്പാരന്റ്, ട്രാൻസ്ലൂസന്റ് അല്ലെ, ഒപ്പാക്ക് ഒക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അത്രയും പോർഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ കണ്ടോടാ, ഇതിന്റെ ബാക്കി സെപ്റ്റംബറിലേക്കാ പോകുന്നത്. അപ്പൊ അത് പഠിക്കണ്ട, നിങ്ങൾ 3 ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ പോരാ. നാലാമത്തെ ചാപ്റ്ററിന്റെയും കുറച്ച് എന്ത് ചെയ്യണം, പഠിക്കണം. മിസ് വിത്ത് പ്രൂഫ് ആണ് നിങ്ങളോട് കാര്യം പറഞ്ഞിരുന്നത്. 3 മാത്രമാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റാണ്. നാലാമത്തെ ചാപ്റ്ററിന്റെ കുറച്ച് എന്തായാലും നിങ്ങൾ പഠിച്ചിരിക്കണം. എക്സാമിന് മേ ബി വരാം. വിദ്യാഭ്യാസ കലണ്ടറിൽ ഉള്ള സാധനമാണ്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് എത്ര ആക്ടിവിറ്റീസ് ആണ് വരിക നിങ്ങൾക്ക് അറിയാം. ക്വസ്റ്റ്യൻ നമ്പർ അല്ല, ആക്ടിവിറ്റി ബേസ് അല്ലേ. നിങ്ങൾക്ക് ആക്ടിവിറ്റി ബേസ് അല്ലേ പോകുന്നത്, ആക്ടിവിറ്റി ബേസ് ആണ് ക്വസ്റ്റ്യൻസ് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് 8 ആക്ടിവിറ്റി ആണ് ടോട്ടൽ ഉണ്ടാവുക. അതിൽ നിങ്ങൾ 6 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. 2 എണ്ണം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. അതായത് ഒന്നാമത്തെ ചാപ്റ്ററിന് പണ്ട് വന്നിട്ടുള്ള കാര്യമാണ്. ഒന്നാമത്തെ ചാപ്റ്ററിന് 3 ആക്ടിവിറ്റി, രണ്ടാമത്തെ ചാപ്റ്ററിന് 3 ആക്ടിവിറ്റി. ഇനി മൂന്നാമത്തെ ചാപ്റ്ററിന് 2 ആക്ടിവിറ്റി എന്നുള്ള വിധത്തിലായിരുന്നു പണ്ട് വന്നത് അല്ലെ. അപ്പൊ നിങ്ങൾക്കറിയാം എന്താ, നമുക്ക് നാലാമത്തെ ചാപ്റ്ററിന്റെ കുറച്ചും കൂടി വേണം അല്ലെ. അപ്പോൾ ശരിക്കും ഇത് എന്തായിരിക്കും, ഇവിടെ 3ഉം ഇവിടെ 3ഉം ഇവിടെ 2 കറക്റ്റ് വരാനേ പോകുന്നില്ല. ഇവിടെ 2 കറക്റ്റ് വരാൻ പോകുന്നില്ല. നിങ്ങൾ പഠിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇപ്പൊ 8 ആക്ടിവിറ്റി എന്തായാലും ഉണ്ടാവും. 8 ആക്ടിവിറ്റി എന്തായാലും ഉണ്ടാവും. 6 ആക്ടിവിറ്റിയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടി വരിക. അപ്പം നോക്കടാ, ചാപ്റ്റർ 1, 2, 3, 4ന്റെ കുറച്ച് ഭാഗങ്ങളും നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരിക്കലും കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെയാ വന്നത്, അതുകൊണ്ട് ഇപ്രാവശ്യം ഇങ്ങനെ വരൂ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനൊന്നും പറ്റില്ല. എല്ലാ ചാപ്റ്റേഴ്സിനും അതിൻ്റെതായ വെയിറ്റേജ് ഉണ്ട്. ഈ 4ന് കുറച്ച് കുറവായിരിക്കും. ഫസ്റ്റിൽ ആ ഒരു പോർഷൻ മാത്രമേ നിങ്ങൾ പഠിക്കേണ്ടി വരുള്ളൂ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം, 1, 2, 3 നന്നായിട്ട് പഠിക്കണം, 4ന്റെ കുറച്ചും പഠിക്കണം. നിങ്ങൾക്ക് 6 ആക്ടിവിറ്റി മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും. 8 എണ്ണത്തിൽ 6 എണ്ണം മാത്രം അറ്റൻഡ് ചെയ്താൽ മതിയായിരിക്കും. ഓക്കെ, അപ്പൊ ഇതുപോലത്തെ അടിപൊളി വീഡിയോസ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ലൈവിന്റെ നോട്ടും കിട്ടാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിറ്റിയിലും വാട്സപ്പ് ചാനലും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. എങ്ങനെയാന്ന് വെച്ചാൽ, നമ്മൾ കമന്റ് ബോക്സിൽ എന്തുണ്ടാവും, നമ്മുടെ വാട്സപ്പ് ചാനലിലും കമ്മ്യൂണിറ്റിന്റെ ലിങ്ക് ഉണ്ടാവും. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക കേട്ടോ. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ജോയിൻ ചെയ്യുക. അപ്പൊ എല്ലാ നോട്ട്സും നിങ്ങൾ വായിച്ചു പോകണം. അതുപോലെ തന്നെ നമുക്ക് ഈ ഓണം എക്സാം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെ എയിം USSലാണ്. ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് അല്ലെ, ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ്. അപ്പൊ ബാച്ചിൽ ജോയിൻ ചെയ്താൽ നമുക്ക് അടിപൊളിയായിട്ട്, ഇതിലും കൂടുതൽ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഡെയിലി ഓണം എക്സാമിന്റെ മാത്രമല്ല, അവിടെ നമുക്ക് USSന്റെ MCQ ക്വസ്റ്റ്യൻസും കൂടി മിസ് അവിടെ ഇടുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോഴേ പഠിച്ചു പോകാൻ പറ്റും. അപ്പൊ USS ഇപ്പം പ്രാക്ടീസും കൂടി ചെയ്യണം, ഓണം എക്സാം നല്ലോണം പഠിക്കുകയും കൂടി ചെയ്യണം. അപ്പോൾ എല്ലാ സബ്ജക്റ്റും എല്ലാ ചാപ്റ്റേഴ്സിനും അതിൻ്റെതായ വെയിറ്റേജ് ഉണ്ട്. അത് മനസ്സിലാക്കുക. പണ്ടത്തെ ഇത്ര ചോദിച്ചത് അതുകൊണ്ട് ഇത് ഇത്രയാവും എന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റില്ല കേട്ടോ. അപ്പൊ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, ബൈ.